അമ്പിയാക്കൾ ഔലിയാക്കളോട് ഇസ്തിഗാസ നടത്തുന്നു, സഹായം തേടുന്നു, അത് ശിർക്കാണ്. അത് ആര് പറഞ്ഞു? ശിർക്കാണെന്ന് എവിടെ പറഞ്ഞു? ഒരു ഏടിവിടെ പറയൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി വ ഇന്നമാ യുസ്തഗാസു ബില്ലാ. എന്നെ കൊണ്ടല്ല ഇസ്തിഗാസ നടത്തേണ്ടത്, അള്ളാഹുവിനെ കൊണ്ടാണ്. കാരണം ഇവൻ്റെ ഉപദ്രവം നീക്കിത്തരിക എന്നത് എൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് നീക്കിത്തരാൻ കഴിവുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങളിൽ നിറച്ചു വെച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇത് അള്ളാഹുവിനോടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഈ ദുർവ്യാഖ്യാനല്ലാതെ പേനയും മഷിയൊക്കെ എടുത്തുകൊണ്ട് ആയത്തുകളുടെ ഹർക്കത്ത് വരെ മാറ്റം വരുത്താൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മുസ്ലിയാക്കന്മാർ? ധൈര്യം. ചെറിയൊരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ആരംഭിക്കാം. അമ്പിയാക്കൾ ഔലിയാക്കളോട് ഇസ്തിഗാസ നടത്തുന്നു, സഹായം തേടുന്നു, അത് ശിർക്കാണ്. അത് ആര് പറഞ്ഞു? ശിർക്കാണെന്ന് എവിടെ പറഞ്ഞു? ഒരു ഏടിവിടെ പറയൂ. ലോകത്ത് കഴിഞ്ഞുപോയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ? വിശുദ്ധ ഖുർആൻ ഒരു ആയത്തോടെ എണീക്കാൻ കഴിയും? ഒരു ആയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് കൊണ്ട് പറയാൻ കഴിയോ? മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ നിന്ന് അസാധാരണ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്ന ഒരു ഹദീസ് പറയട്ടെ, നമ്മൾ അവസാനിപ്പിക്കാം. EK സമസ്ത ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിയൊരു പരിപാടിയിൽ ബഹുമാനനായ മുസ്തഫ ഷറഫി കക്കുംപടി സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. സലഫികളും അഹ്ലുസുന്നയും സമസ്തയും തമ്മിൽ വേർതിരിയുന്ന അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ടതാണ് ഇസ്തിഗാസ. മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്ന ശിർക്കാണോ അല്ലേ എന്നുള്ള വിഷയം. അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചു. ഇസ്തിഗാസ ശിർക്കാണ് എന്ന്, ആ രീതിയിൽ അസാധാരണ മാർഗത്തിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വരി, ഒരു വാചകം, ഒരു തെളിവ് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്നാണ് ആവേശത്തോടു കൂടി അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളത് അത് സലഫികൾ പറഞ്ഞതാണോ, വഹാബികൾ പറഞ്ഞതാണോ? അതല്ല, അത് ഖുർആനും ഹദീസും കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച ആശയമാണോ എന്ന് ഇൻഷാ അല്ലാഹ് തെളിവുകൾ സഹിതം മുസ്വലാഹി ഉസ്താദ് വിശദീകരിക്കും. ഇവിടെ പൊതുവെ ഇത്തരം ആളുകളുടെ വാദങ്ങൾക്ക് കൃത്യമായൊരു തെളിവില്ലാതെ വരുമ്പോൾ ഒന്ന് ശബ്ദം ഉയർത്തിങ്ങാണ്ട് കാണിക്കാൻ കഴിയുമോ, തെളിവ് തരുമോ, എന്നാൽ നിർത്താം എന്നൊക്കെ പറയും. അങ്ങനെ തെളിവ് എത്ര കാണിച്ചു കൊടുത്താലും അവർ അത് നിർത്തുകയല്ല, അതേ പണി കൊണ്ട് പിന്നെ എന്തു ചെയ്യും, മുന്നോട്ട് പോകും. പക്ഷേ ഇങ്ങനത്തെ ആവേശ ചോദ്യങ്ങളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഒരു ചർച്ചയിൽ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ആവേശത്തോടു കൂടി പറയുന്നത് മഹാന്മാരോടുള്ള അമ്പിയാക്കളോടുള്ള ഇസ്തിഗാസ അത് ശിർക്കാണ് എന്ന് തെളിയിക്കാൻ ഒരായത്ത്, അല്ലെങ്കിൽ ഹദീസ്, ഒരു ഹദീസ്, അല്ലെങ്കിൽ പണ്ഡിതന്മാർ, ഇത് മൂന്നും കൊടുത്താൽ നിർത്താമെന്നാണ് പറയുന്നത്. അതെ, അത് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് കൊടുത്തു നോക്കാം. നിർത്തുകയാണെങ്കിൽ അത്രയും ശിർക്കും കുഫറും കാര്യങ്ങളും സമൂഹത്തിൽ ഇല്ലാതെയാകുമല്ലോ. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണല്ലോ. ഏതായിരുന്നാലും ഇവിടെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇവർ രണ്ട് തെറ്റായ വാദങ്ങളാണ് മുന്നോട്ട് വെക്കാറുള്ളത്. ഒന്ന്, ഞങ്ങൾ കൊടുത്ത കഴിവിൽ നിന്നാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു കഴിവ്, കൊടുത്ത കഴിവ് എന്ന ഒരു സംഗതി ഇസ്ലാമിലില്ല. മറിച്ച് ആ വിശ്വാസം കൊണ്ട് നടന്നിരുന്നത് മക്കത്തെ മുശ്രിക്കുകളാണ്. അവരവരെ തെൽബിയത്തിലൂടെ, ഹജ്ജിൻ്റെ വേളയിലെ തെൽബിയത്തിലൂടെ അത് പുറത്ത് കാണിച്ചിട്ടുണ്ട്. ഷെയ്ത്വാനാണ് അവരെ പഠിപ്പിച്ചത്. ഷെയ്ത്വാൻ അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന മനുഷ്യനെ അത് പഠിപ്പിച്ചു. അവനത് ഏറ്റുപാടുകയും ചെയ്തു. അത് പിന്നീട് അവരൊക്കെ ഏറ്റെടുത്ത് പോന്നു. അപ്പോൾ ആ വാദത്തിൽ നിന്നുകൊണ്ടാണ് ലാത്തനോടും ഉസ്സനോടും മനാത്തനോടും ഒരു വാദി ഒരു ഒഴിഞ്ഞ സ്ഥലത്തെത്തിയാൽ അവിടുത്തെ സയ്യിദായി അവർ കാണുന്ന ജിന്നിനോടും മറ്റുമൊക്കെ അവരെ കാര്യങ്ങൾ ചോദിച്ച് നടന്നിരുന്നത് ഈ ഒരു വാദത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ വാദമല്ല. രണ്ടാമത്തെ ഇവരെ വാദം എന്താ വെച്ചാൽ, ഞങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ്, പ്രാർത്ഥനയല്ല. അപ്പോൾ പ്രാർത്ഥന വേറെ ഇസ്തിഗാസ വേറെ എന്ന് ഇവരെന്ത് ചെയ്തു, സമൂഹത്തിൽ അങ്ങനത്തെ ചിത്രം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നത് പോലും ഇവർ ഇസ്തിഗാസയാക്കിയിട്ട് എന്ത് ചെയ്യുക, കബളിപ്പിക്കുക. പച്ചയായിട്ട് പ്രാർത്ഥിക്കുകയാണ്, യാ നബി അല്ലാ, യാ റസൂൽ അല്ലാ. അതേപോലെ അവരെ വലിയങ്ങളെ വിളിച്ചിട്ടിപ്പോൾ ഈ അവസാനത്തെ അവരുടെ ആരാ ഇ കെ അബൂബക്കർ മുസ്ലിയാരടക്കം അവരെന്ത് ചെയ്യുന്നുണ്ട്, വിളിച്ചുകൊണ്ട് തേടുന്നതിനെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷണങ്ങളിലൊക്കെ
അവിടെ പോയിട്ട് യാ നബി അല്ലെങ്കിൽ യാ വലിയേ എന്ന് വിളിക്കണം എന്ന് എഴുതിയതും പ്രസംഗത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കബളിപ്പിക്കാൻ ആളുകളെ, അതുകൊണ്ടാണ് നമ്മളിത് അങ്ങനെ തന്നെ വ്യക്തമായി കൊടുക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. ഇതിലൊന്നാമത്തത് പ്രാർത്ഥന ഇസ്തിഗാസ ആകോ ഇല്ലേ, ആ തെളിവ് കിട്ടിയാൽ ആവശ്യപ്പെട്ട പോലെ തെളിവായി. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ സൂറത്ത് നഹലിലെ പിന്നെ 53-ാമത്തെ ആയത്ത്, വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാ സുമ്മ ഇദാ മസ്സക്കുമുല്ലുറു ഫൈലൈഹി തജ്അറൂൻ എന്നാണ് ആയത്ത്. നിങ്ങൾക്കൊരു നിഅമത്ത് കിട്ടിയാൽ അത് അള്ളാഹുവിൽ നിന്നാണ്, എന്നാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രയാസം, ഒരു ലുറ് ബാധിച്ചാൽ ഫൈലൈഹി തജ്അറൂൻ, നിങ്ങൾ അവനിലേക്ക് മുറവിളി കൂട്ടുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമാണ്, ഒരു പ്രയാസം ബാധിച്ചാൽ പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നൊരു കാര്യം എന്താണ്? ആർത്ത് വിളിച്ചു എപ്രാളപ്പെട്ട് അള്ളാഹ് എന്നൊക്കെ വിളിച്ചു കണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ കേൾക്കുക. അപ്പോൾ ഇവിടെ തജ്അറൂൻ എന്ന വാക്കിന് ഇബ്നു കസീർ റഹിമഹുല്ല കൊടുത്ത വിശദീകരണം, ഇബ്നു കസീർ റഹിമഹുല്ലയെ സമസ്തക്ക് അംഗീകരിക്കാൻ പറ്റൂല. അവർക്ക് വേണ്ടപ്പെട്ട മുഫസ്സിറൻ അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, പക്ഷെ അവർക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം എടുക്കും. എന്താ പറഞ്ഞത്? മുസ്തഗീസീന ബിഹി എന്നാണ്, അവനെ കൊണ്ട് നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നു. അപ്പോൾ പ്രാർത്ഥനയായി മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യത്തെ ഇബ്നു കസീർ റഹിമഹുല്ല പരിചയപ്പെടുത്തിയ എങ്ങനെയാണ്? മുസ്തഗീസീന ബിഹി. ഇതാണ് ഒരു തെളിവ് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. ഇനി ഇസ്തിഗാസ പ്രാർത്ഥന, ഇസ്തിഗാസ എന്ന പ്രയോഗം പ്രാർത്ഥന, അതിന് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന തെളിവാണ് സൂറത്ത് അൻഫാലിലെ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്ത്. സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ ആയത്ത്, ഈ തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. കാരണം വിബൽ ഘട്ടത്തിലാണ് ഇസ്തിഗാസ, വളരെ പ്രയാസഘട്ടത്തിലാണ് ഇസ്തിഗാസ. അപ്പോൾ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി എന്ന് ഖുർആൻ പഠിപ്പിച്ച ആയത്ത്. അവിടെയും പിന്നെ ഇമാം തൊബരി റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല എല്ലാ തഫ്സീറിലുള്ള കാര്യമാണ്. ഇവിടെ ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നു, ഈ തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞാൽ ഫീ ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് നടത്തിയ ദുആഇനെ കുറിച്ച്. അപ്പോൾ അള്ളാഹു തആലയുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം തേടി എന്നതിനെ ഇബ്നു കസീർ റഹിമഹുല്ല എന്താ പറഞ്ഞത്? നബിയുടെ ആ പ്രാർത്ഥനയാണ്. അപ്പോൾ നബിയുടെ ആ പ്രാർത്ഥന എന്തായിരുന്നു? അത് സഹായതേട്ടമായിരുന്നു. ആ കാര്യത്തെ പഠിപ്പിക്കാൻ ഖുർആൻ പ്രയോഗിച്ച വാക്യേതാണ്? നിങ്ങൾ ഇസ്തിഗാസ നേടിയ സന്ദർഭം. ഇപ്പോൾ 2 ആയത്തായി. ഇനി സൂറത്തുൽ ഫാത്തിഹയിൽ ഈ തൗഹീദിൻ്റെ പ്രഖ്യാപനം, അതിൻ്റെ ആ ഖനമുള്ള പ്രതിജ്ഞ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ആ സഹായതേട്ടത്തിൽ എന്തു വന്നു? അള്ളാഹുവിനോട് ഉള്ള എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട എല്ലാ സഹായത്തേട്ടവും ആ ഒരു കാര്യത്തിൽ വരികയാണ്. അത് റബ്ബിന് മാത്രം. അവിടെയാണ് മുസ്തഫ ഫൈസി എന്താക്കിയത്? മാത്രം ഒഴിവാക്കിയത്. കാരണം എന്ത് ചെയ്യുന്നു? ഈ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിക്കാനുള്ള തെളിവുണ്ടാക്കാനാണ് മാത്രം ഒഴിവാക്കിയത്. ആദ്യത്തെ ഇയ്യാക്കയിൽ മാത്രം അവിടെ വെച്ചു, 2-ാമത്തെ ഇയ്യാക്കയിൽ മാത്രം കട്ട് ചെയ്തു. അപ്പോൾ തെളിവ് 3 ആയത്ത് നമ്മൾ ഒന്നാവശ്യപ്പെട്ടത്, പക്ഷെ നമ്മൾ 3 ആയത്ത് എന്ത് ചെയ്തു? കൊടുത്തിട്ടുണ്ട്. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെ തെളിവ് നമ്മൾ കൊടുത്തു. ഈ പണ്ഡിതന്മാരൊക്കെയാണ് തെളിവ്. ഇനി ഹദീസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഇമാം നവവി റഹിമഹുല്ല അവിടുത്തെ പിന്നെ അൽ അർബഊന നവവി എന്ന കിതാബിൽ ഉദ്ധരിച്ച ഏറ്റവും പ്രബലമായ ഹദീസാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തൗഹീദ് പഠിപ്പിച്ചു, ആ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്. അവിടെ ഇദാ സഅൽത ഫസ്അലില്ലാ വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് തേടുക. അതിന് ഇമാം നവവി റഹിമഹുല്ല കൊടുത്ത വിശദീകരണത്തിൽ സൃഷ്ടികൾ തമ്മിലുള്ള സഹായത്തേട്ടം, അള്ളാഹിനോട് മാത്രമായിട്ടുള്ള സഹായത്തേട്ടം, അത് രണ്ടും കൃത്യമായി ഉദാഹരണ സഹിതം ഇമാം നവവി റഹിമഹുല്ല എന്തായിട്ടുണ്ട്? വിശദീകരിച്ച അദ്ദേഹത്തിൻ്റെ ഷറഹിൽ തന്നെ ഉള്ള കാര്യമാണ്. ഇനി മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെർബ്, അവിടുന്ന് പ്രയാസം ബാധിച്ച ഘട്ടത്തിൽ അവിടുന്ന് പ്രാർത്ഥിച്ച കാര്യം എന്താ? പിന്നെ അള്ളാഹുവിനോട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, ബിറഹ്മതിക അസ്തഗീസു, അള്ളാഹുവിൻ്റെ വിശേഷണമാകുന്ന റഹ്മത്ത്, കാരുണ്യം, ആ കാരുണ്യം കൊണ്ട് നാദാ എന്നെന്നും ജീവിച്ചിരിക്കുന്ന, അതുപോലെ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവെ, ഞാൻ നിന്നോട് ഇസ്തിഗാസ നടത്തുന്നു എന്നെപ്പോഴാണ്? കെർബ്, അവിടുന്ന് പ്രയാസം ബാധിച്ച സമയത്താണ് ഈ പ്രാർത്ഥന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ പറയുന്ന പോലൊരു വാദമുണ്ടെങ്കിൽ ഇബ്രാഹിം നബിനോടോ ഇസ്മായിൽ നബിനോടോ ഒക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ ഇസ്തിഗാസ നടത്തേണ്ടത്. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി വിശ്വാസികൾ ഒരു മുനാഫിഖായ മനുഷ്യനെ കൊണ്ട്, കപടനായ മനുഷ്യനെ കൊണ്ട് അയാളിൽ നിന്നുള്ള ഉപദ്രവം വല്ലാതെ സഹിക്കവയ്യാതായപ്പോൾ
ഖൂമൂ ബിന നസ്തഗീസു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കൊന്ന് പോയിട്ട് നബിനോട് എന്ത് ചെയ്യുക, ഇയാളെ ഉപദ്രവത്തിൽ നിന്ന് മിൻ ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഇസ്തിഗാസ നടത്താം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി വ ഇന്നമാ യുസ്തഗാസു ബില്ലാ, എന്നെക്കൊണ്ടല്ല ഇസ്തിഗാസ നടത്തേണ്ടത്, അള്ളാഹുവിനെ കൊണ്ടാണ്. കാരണം ഇവൻ്റെ ഉപദ്രവം നീക്കിത്തരിക എന്നത് എൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ല, എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല, അത് നീക്കിത്തരാൻ കഴിവുള്ളവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അധ്യാപനങ്ങളിൽ നിറച്ച് വെച്ചിട്ടുള്ള കാര്യം എന്താണ്? ഇത് അള്ളാഹുവിനോടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് പ്രത്യേക തത്വങ്ങളൊക്കെ ഉണ്ടാക്കി ഔലിയാക്കളോടും അമ്പിയാക്കളോടും അല്ലെങ്കിൽ അസാധാരണ വഴിയിലൂടെ അവർ സഹായിക്കും എന്ന വാദങ്ങൾ ഉണ്ടാക്കി പലതും സ്ഥാപിക്കാനും പ്രചരിപ്പിക്കാനും എളുപ്പമാണ്. അതിന് തെളിവില്ല. ഈ തെളിവുകൾ കേൾക്കുന്നവർ ഉൾക്കൊള്ളട്ടെ. ഇനിയിപ്പോൾ ഈ മുസ്ലിയാർ ഇത് കേൾക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും മറുവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അപ്പം കേൾക്കാം. ഇതാണ് ആ വിഷയത്തിൽ പ്രമാണം നമുക്ക് കൊടുക്കാനുള്ളത്. ഇസ്തിഗാസ ഷിർക്കാണ്, ദുആ ആണ്, അതല്ലെങ്കിൽ ആരാധനയുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ തെളിയിച്ചാൽ പ്രവർത്തന രംഗം അവസാനിപ്പിക്കുമെന്നെല്ലാം പ്രഖ്യാപിച്ച ബഹുമാനനായ കക്കുംപടി മുസ്ലിയാർ, അദ്ദേഹത്തിന് ഒരു തെളിവ് ചോദിച്ചതിന് 5ഓളം തെളിവുകളാണ് ബഹുമാനനായ ഉസ്താദ് വളരെ കൃത്യമായി കൊണ്ട് ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ഇവിടെ നൽകിയത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനും അതുപോലെ തന്നെ അത് കേട്ട പൊതുജനങ്ങൾക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ അത് സഹായകമാകും. ഇത്തരത്തിൽ അവർ ഇസ്തിഗാസ അത് ഷിർക്കല്ല, ദുആ അല്ല, പ്രാർത്ഥനയല്ല, ഇബാദത്തിൻ്റെ പരിധിയിൽ വരികയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിന് കൃത്യമായി ഇപ്പോൾ നമ്മൾ നിർവഹിച്ചതുപോലെ പ്രമാണബദ്ധമായി കൊണ്ട് വിശദീകരണങ്ങൾ നൽകുമ്പോൾ പിന്നീട് തെളിവില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവർ അതിന് തെളിവുകൾ തേടിപ്പോകുന്ന, തെളിവുകൾ രൂപവൽക്കരിക്കുന്ന ഒരു രീതിശാസ്ത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എങ്ങനെയാണ് അവർ തെളിവുകൾ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് തെളിവുകൾ ഉണ്ടാക്കുന്ന രൂപങ്ങൾ ഏതെല്ലാം രൂപത്തിലാണത് എന്ന് ഇൻഷാ അല്ലാഹ് സ്വാദിഖ് മദീൻ ഉസ്താദ് അത് വിശദീകരിക്കും. ഏത് കാലത്തുമുള്ള പിഴച്ച കക്ഷികൾ അവരാദ്യം അവരുടേതായൊരു സിദ്ധാന്തം രൂപപ്പെടുത്തും. എന്നിട്ട് അതിലേക്ക് വല്ല തെളിവുകളുമുണ്ടോ, ആയത്തുകളുണ്ടോ, ഹദീസുകളുണ്ടോ എന്ന് മാറ്റുരച്ചു നോക്കും. സ്വാഭാവികമായും ഇത്തരം പിഴച്ച വാദങ്ങൾക്ക് ഒരു തെളിവുണ്ടാവില്ല. അപ്പോൾ പിന്നെ ചെയ്യാറുള്ളത് ദുർബലമായ ഹദീസുകൾ, മൗദൂആയ ഹദീസുകൾ അത് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. ഖുർആൻ ഏതായാലും ദഈഫായ ആയത്തുകൾ ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികം അത് ദുർവ്യാഖ്യാനം തുടങ്ങും. അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണമായി ഇന്ന മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആ രൂപത്തിലുണ്ടാകും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുക ഈ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ളൊരു ബോധം അവർക്ക് ഇല്ലേ എന്നാണ്. സമൂഹത്തെ നയിക്കുന്നവരാണ് എന്ന് വാദിക്കുന്ന ആളുകളാണ് ഇസ്ലാം പഠിപ്പിച്ച വ്യക്തമായ ഷിർക്ക് അത് ഷിർക്കല്ല എന്നാക്കി തീർക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് ചോദിച്ചപ്പോൾ ലോകത്ത് ആരും അതുവരെ കേരളക്കരയിൽ പ്രത്യേകിച്ച് ഒരാളും കൊട്ടപ്പുറത്ത് സംവാദം നടക്കുന്നവർ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. മറിച്ച് പോലെ സംവാദം നടക്കുമ്പോൾ അത് നിങ്ങളല്ല ചോദ്യം ചോദിക്കേണ്ടത്, ഞങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടതെന്നൊക്കെ അലൈമൗലിയോട് പറഞ്ഞ് രക്ഷപ്പെട്ടിരുന്ന പഴയകാല മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ എ പി അബൂക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞു വളരെ ധൈര്യസമേതം ഉണ്ട്, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞ് സൂറത്തു സുഖ്റുഫിലെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത് എടുത്തു വെച്ചിട്ട് കണ്ടോ, ഈ ആയത്തിൽ അല്ലാഹ് അല്ലാത്ത ആൾക്കാരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് പച്ചയായി പറഞ്ഞു. സത്യത്തിൽ അത് അതിന് വ്യക്തമായ വിസ്തീർണ തഫ്സീറുകളുണ്ട്. അഥവാ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. അതിൽ സംശയമുണ്ടെങ്കിൽ അഹ്ലി കിതാബുകാരായ ജൂതന്മാരും ക്രൈസ്തവരും ഒക്കെ ഈ പ്രവാചകന്മാരെ അംഗീകരിക്കുന്ന അവരോട് ചോദിച്ച കാര്യങ്ങൾ വ്യക്തമായി അറിയാം എന്ന രൂപത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനം. അതല്ലെങ്കിൽ പല വിസ്തീർണങ്ങൾ ഏതായാലും ഇവർ പറഞ്ഞ രൂപത്തിന് വിസ്തീർണമില്ല. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നതിന് മിഅ്റാജിൻ്റെ സംഭവം തെളിവ് ഉദ്ധരിക്കാറുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്യലാണ്. ഇനി ദുർവ്യാഖ്യാനമല്ലാതെ പേനയും മഷിയൊക്കെ എടുത്തുകൊണ്ട് ആയത്തുകളുടെ ഹർക്കത്ത് വരെ മാറ്റം വരുത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്?
ഈ മുസ്ലിയാക്കന്മാർ ധൈര്യം സൂറത്ത് നിസായിലെ ആയത്തിൽ മാറ്റി. മാളിയക്കൽ സഖാഫി സഖാഫി അത്തരം ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഗൗരവമാണ്. അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒരു ബോധമില്ലേ എന്ന് തോന്നുന്ന രൂപത്തിലാണ്, അതും ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി. തൗഹീദ് ഷിർക്കും തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ ഷിർക്കിൻ്റെ ആളുകളാണ് എന്ന് സ്ഥാപിക്കുന്നത് പോലെ അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരം ആളുകളോട് വളരെ വിനീതമായി പറയുന്നത്, അള്ളാഹു ഒരു പരലോകം സംവിധാനിച്ചിട്ടുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. പ്രവാചകന്മാർ പ്രഖ്യാപിച്ച തൗഹീദിനു വേണ്ടി പണിയെടുക്കുന്ന ഷിർക്ക് മഹാപാപമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് അവർ വരേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മാഷാ അല്ലാഹ്, ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രതിപാദിക്കപ്പെട്ട 3 വിഷയങ്ങളെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി അനാവരണം ചെയ്യുകയുണ്ടായി. സത്യം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അള്ളാഹു കൂടുതൽ പഠിക്കുവാനും നേർമാർഗത്തിലേക്ക് വഴി നടക്കാനുമുള്ള മഹാ തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.